ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിൽ നമ്മൾ ഇന്ന് ഒരു ഹില്ലി സോണിലാണ്. കുറച്ച് ഹില്ലൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുറേ ലേറ്റായി പോയി എത്താൻ. എന്നാൽ ഇവിടെ വന്ന കാര്യം ഈ തുണി അലക്കാനല്ല, നമ്മുടെ ഇവിടുത്തെ ഈ വോൾവോ ബസ് കൊണ്ടുവന്നു. ഫുള്ള് തീർന്ന് എന്തോ ആയിരിക്കുകയാണ്. സ്വാമി അയ്യപ്പൻ്റെ ബസ്സാണ്. നമുക്ക് വേണമെങ്കിലും സ്വാമി അയ്യപ്പൻ്റെ ബസ്സാണ്, എന്നാലും അത് അപ്പം അയ്യോ എൻ്റെ പൊന്നെ, ഒടുക്കത്തെ മഴയാണല്ലോ. അപ്പം നമുക്ക് ഈ വണ്ടി മഴയത്ത് കൊണ്ടുപോയി നന്നാക്കണം. അത് കൊത്ത പാതായിരിക്കും. നോക്കാം, ഈ വണ്ടി ആദ്യം എവിടെ നിന്ന് പുറത്തെടുക്കണം. എങ്ങനെ പുറത്തെടുക്കണം നോക്കട്ടെ. വണ്ടി സ്റ്റാർട്ടാവുമോ? അകത്ത് അയ്യോ, ഇത് ഫുള്ള് ചളി പിടിച്ചെടുക്കും. നോക്കട്ടെ, ഇതാ കണ്ടോ, ഫുള്ള് ചളി പിടിച്ച് കിടക്കുക. ഡോറൊക്കെ വർക്കാവുമോ? എല്ലാം വർക്കാവുകയൊക്കെ ചെയ്യാം, പക്ഷെ ഒടുക്കത്തെ ചളി. പക്ഷേ ഞാൻ ക്യാമറ മാറ്റിയേക്കണം. സൈഡൊക്കെ പൊളിഞ്ഞ്, ഇതൊക്കെ ഇവിടെ ക്രാക്ക്. അയ്യോ, ഈ വണ്ടി ഇവിടുന്ന് അയ്യോ, വണ്ടി സ്റ്റാർട്ടാവുമോ? സ്റ്റാർട്ടാവും. ഓക്കെ, അയ്യോ, വണ്ടിക്ക് അത്ര സ്പീഡൊന്നുമില്ല, മെല്ലെ പോകേണ്ടി വരും. സ്പീഡുണ്ടോ നോക്കട്ടെ. അവിടെ വൈപ്പർ വർക്കാവുമോ? വർക്കാവും. വൈപ്പറൊക്കെ വർക്കാവും. നമുക്ക് ഫ്യൂല് കുറവാണ്. വൈപ്പർ എടുത്തില്ല ഞാൻ. മിക്കവാറും നമ്മൾ കൊടുക്കും, ഉറപ്പാണ് കൊടുക്കുന്നത്. വണ്ടിക്ക് തീരെ ഒറ്റ ഫ്യൂലില്ല. പിന്നെ ഇത്രയും അബാൻഡൻ്റെ വണ്ടിക്ക് ഫ്യൂൽ ഉണ്ടാവും. ഞാൻ ആരാണ് ആലോചിക്കാൻ. അതുകൊണ്ട് അയ്യോ, 14 ലിറ്റേഴ്സ്. എടാ, വണ്ടി സ്പീഡില്ല. ഞാൻ ഫുള്ള് കത്തിച്ചൂടെ നോക്കുക. ഇത്ര സ്പീഡ് പോകുന്നു. RPM ഒക്കെ കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, ഇടിച്ചോ? അടിച്ച് തീർന്നു. തട്ടിയിടും നമുക്ക്. എടാ, എനിക്കൊന്നും കാണുന്നില്ല. വൈപ്പർ ഓണാക്കേണ്ടി വരും. സാരല്ല, ഞാൻ സഹിച്ചോളാം. ഓളമഞ്ഞ്. അയ്യോ, പറഞ്ഞിട്ടൊക്കെ വരണ്ടേ സാറേ. ഓളമഞ്ഞ് ഓളമഞ്ഞ് ഓളമല്ലി. അയ്യോ എന്താണ് ഇത്? ഇതൊന്ന് നമ്മള് എന്തോന്നടാ ഇത്? നമ്മുടെ വണ്ടിക്ക് ഭ്രാന്തന്മാരാണോ അവന്മാര്? റോഡിന് നടുവ് കുറച്ച് ബ്രേക്ക് കൊടുത്തില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ വണ്ടിക്ക് എന്ത് പറ്റിയാലൊന്നുമില്ല, സ്പീഡ് കുറയുന്നേ ഉള്ളൂ. ഗൈസ്, നിങ്ങൾക്ക് വല്ലതും കാണുന്നുണ്ടെങ്കിൽ പറയുക. എനിക്കൊന്നും കാണുന്നില്ല. ഞാൻ ചിലപ്പോൾ വല്ല വണ്ടി ഞാൻ തട്ടിമുട്ടും. എനിക്കൊന്നും സത്യം ഒന്നും കാണുന്നില്ല. ഒടുക്കത്ത് ഡാർക്ക്. അതെന്ത്? എടാ, കല്ലല്ലടാ. കല്ലിനൊക്കെ ഇങ്ങനെ വിളിച്ചിരിക്കാൻ പാടുണ്ടോ? അയ്യോ, നമ്മുടെ വണ്ടി കൊടുക്കുന്നത് ഡിഫോൾട്ട് ആണല്ലോ. ലൈറ്റൊക്കെ വർക്കാവൂടെ? ലൈറ്റ് ഉണ്ട്, അതൊന്നും നല്ല. ഇപ്പം ജസ്റ്റ് മിസ്സാണെന്ന് തോന്നുന്നു. ഈ ക്യാമറയിലിട്ടാൽ പിന്നെ കാണാം. ഞാൻ വാർണിംഗ് ലൈറ്റ് ഇടട്ടെ. വാർണിംഗ് ലൈറ്റ് ഇട്ടുകൊണ്ട് പോവാം, അതാണ് നല്ലത്. ഒടുക്കത്തെ മഴയല്ലേ, വണ്ടിക്ക് എടാ, ഇമാതിരി പൊട്ടന്മാരെ ഡ്രൈവേഴ്സിനെ കൊണ്ട് എന്ത് ചെയ്യാനാ? എടാ, എനിക്ക് സത്യത്തിലൊന്നും കാണുന്നില്ല. എനിക്കൊന്നും കാണുന്നില്ല. ഇപ്പം ഒട്ടും കാണുന്നില്ല. ലൈറ്റ് ഓഫാക്കി നോക്കട്ടെ. ഇപ്പം
ഇപ്പം പിന്നെ ഫ്രണ്ടിൽ റോഡ് എങ്ങോട്ടാന്ന് പോലും ഞാൻ മാപ്പ് നോക്കി ഓടിക്കുക, അതാ നല്ലത്. അപ്പൊ വണ്ടി എന്താ വന്നിട്ടേ എടാ എടാ ഇമ്മാതിരി ഡൈവേഴ്സ് എന്തുവാടാ ഇത്? ഭ്രാന്തന്മാര് മെല്ലെ പോണെന്ന് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാവോ? അവിടെ വലിയ ബ്ലോക്ക് ആക്കുമ്പോ എനിക്കും ഭ്രാന്ത്, അവനും ഭ്രാന്ത്, എല്ലാവർക്കും ഭ്രാന്ത്. ഓ ഒരു വലിയ ഒരു വലിയ വയവ് വരുന്നുണ്ടല്ലോ. ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്, ആ ഷോർട്ട് കട്ട് വഴി എടുക്കേണ്ടതാണ്. 7 മണിയായി. നമ്മൾ പാതിരാത്രി ആയിരിക്കും അവിടെ പോകുന്നത്. പാതിരാത്രി അവിടെ ഒന്നും കാണത്തില്ല, ചിലപ്പോൾ നമ്മൾ രാവിലെ വരെ കാത്തിക്കേണ്ടി വരും. അങ്ങനെയാണെ തീർന്നു. അങ്ങനെയാണെ ഒന്നും പറയാനില്ല, നമ്മൾ തീർന്നു കത്തം. ഇല്ല, രാത്രി സർവീസ് ഉണ്ടെന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. അവിടെ ഷോർട്ട് കട്ട് മിസ് ചെയ്യരുത്. മിസ് ചെയ്താൽ പണി പാളേണ്ടതാണ്, പണി പാളും. ഓ സ്പീഡ് വണ്ടി സ്പീഡുണ്ട്. ഇറക്കായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആമേനെ പോലെ പോകും. നമ്മൾ തിരിച്ച് കയറുമായിരുന്നു. ആമയിലും മെല്ലെ പോകും. ചിലപ്പോൾ ഈ സൈഡിലായിരിക്കും ഷോർട്ട് കട്ട് കാണുക. അത് മിസ്സാവരുത്. ഇവിടെ ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ആയിരിക്കില്ല. അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്, ആ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടാണ് ഒരു പമ്പുണ്ട്. അവിടുന്ന് നിറയ്ക്കേണ്ട അത്യാവശ്യമാണ്. അമ്മച്ചിയെ പോലീസ് നിൽക്കും, അവിടെ നിൽക്ക്. അല്ലാതെ ഇന്നോവയാണ്, അല്ല എൻ്റെ ബാക്കിലാണ് ഇന്നോവ. 2 ഇന്നോവ. ഓട്ടേ വണ്ടി. ആ 7 ഒന്നിലിട്ട് പോയി നോക്കാം. അപ്പം മഴേൻ്റെ സൗണ്ട്, ഇവിടെ അതിൻ്റെ സൗണ്ട്. ഇത് ഓഫാക്കാം. എടാ കോമറ്റൊക്കെ പറന്നു പോന്നു. എവിടെയാടാ ഈ ഷോർട്ട് കട്ട്? വണ്ടി പോകുന്നില്ല, അതാണ്. രാത്രി ആയതുകൊണ്ട് ആണ് കുഴപ്പം, പകലാണെങ്കിൽ കുഴപ്പമില്ല. അതിൽ സ്ലീപ്പറല്ലേ, രാത്രിയൊക്കെ പോണ്ടേ. റിസ്റ്റോർ ചെയ്ത് അവിടുന്ന് കുറച്ച് ആൾക്കാരെ കയറ്റും. ആൾക്കാരുണ്ടായാൽ മതി. പാതിരാത്രി ആൾക്കാരൊക്കെ കയറാറുണ്ട്. എന്നിട്ട് നമുക്ക് അവരെ പറപ്പിക്കണം. കുറച്ചൊരു നല്ല റൂട്ട്, ഇതേപോലത്തെ മലപ്രദേശമല്ല, അല്ലാത്തൊരു റൂട്ടുണ്ട്. അതിലൂടെ പോയി പറപ്പിക്കും. അവിടെ എനിക്കിപ്പോൾ ഒന്നും കാണുന്നില്ല. അല്ല, അടുത്ത വളവായിരിക്കണം. അടുത്ത വളവാണ്. ഏതോ ഒരു ബസ് ഞാൻ പറഞ്ഞു, അത് മൈറ്റക്കണ്ട. ഓ പമ്പെത്താറായി തോന്നുന്നു. ആ സൈനുണ്ട്, പമ്പെത്താറായി. യെസ് നമുക്കിവിടെ അയ്യോ 5 ലിറ്റർ ആയിട്ട് നമുക്കിവിടെ എന്തായാലും നിറയ്ക്കണം. അവിടെ പോയൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ പോവാം. യെസ് പമ്പ് 5 ലിറ്റർ അല്ലേ, നമുക്ക് 100 ലിറ്റർ ആണ്. അതുകൊണ്ട് ഒരു 5
Terima kasih sudah di jalan. അടിച്ച് ഓക്കെ. പോവണ്ടി. അയ്യോ എടാ ഈ പാതിരാത്രി എടാ ഞാൻ പിടിച്ച സൗണ്ട് കേട്ടോ, ഒരു ലേസർ പോലെ സൗണ്ട്. എന്തായാലും നമ്മളിപ്പോൾ നന്നാക്കാൻ പോവാം. എവിടെ അടിച്ചാലും പിടിക്കുന്നില്ല. അടുത്തിവിടെ കാർ വാഷ് ചെയ്യണം. വണ്ടി റെഡി ആക്കണം. നമുക്ക് ആ പറപ്പിക്കേണ്ടതിന് 20,000 രൂപ കഷ്ടമുണ്ടാ. ഒടുക്കത്തെ ഡിസ്ട്രോയിഡ് വണ്ടി. ചളി പോയി കിട്ടി, വേറെ ഒന്നും പറയാനില്ല. എന്നാൽ ഇവന്മാർ ഉള്ളിലത്തെ ചളി കഴുകാറില്ല, അതാണ് കുഴപ്പം. ഉള്ളിൽ എന്നാലും നിറച്ചും ചളിയാണ്. ഇവന്മാർ ഉള്ളിൽ കഴുകാറില്ല, അതാ കുഴപ്പം. കയറട്ടെ. നമുക്ക് നമ്മളെ മാപ്പ് ഒന്ന് നോക്കട്ടെ. കുക്കി ബസ് ബിൽ സൂപ്പർ. ഓക്കെ, ഇവിടെ പോയി ഇവിടെയാണ് നമ്മൾ ഷോർട്ട് കട്ട് വരുന്നത്. ഈ സ്ഥലത്ത് അവൻ ബംഗാൾ ബസ്. നമ്മുടെ അവനണ്ണൻ്റെ ബസ് ഇതാണ്. അവൻ എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ പേര് അവൻ എന്തോന്ന് പേരാണ് അത്, AWN. അവൻ ബംഗാൾ ബസ് എന്നാണ് അവൻ പേരിട്ടത്. അവൻ ഷോർട്ട് കട്ട് മിസ് ചെയ്താൽ കുറേ കൂടുതൽ ദൂരം പോകേണ്ടി വരും. വലിയ വളവാണ്. ആ വളവ് ഒരു കയറ്റാണ്. അതുവഴി ഈ വണ്ടി പോകുമെന്ന് വളരെ വലിയ ചാൻസ് ഇല്ല. അതാണ് ആ ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നത്. ഷോർട്ട് കട്ട് അത്യാവശ്യം സീനാണ്, എന്നാലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അഡ്വഞ്ചർ ഒന്നും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട്. ഷോർട്ട് കട്ട് എത്താനായി. സൂക്ഷിച്ച് കണ്ടൊക്കെ പോണം. കണ്ടൊക്കെ പോണം. അയ്യോ എടാ, ഈ ക്യാമറ എന്നാലും ഷോർട്ട് കട്ടാണ്. എന്നിട്ട് നമ്മൾ ഇന്റീരിയർ വ്യൂ ഇടാം. നിങ്ങൾ പറ, ഇന്റീരിയർ വ്യൂ ആണോ മറ്റേ ആണോ നല്ലത്? ഇന്റീരിയർ ആണെന്ന എൻ്റെ വിശ്വാസം. ഇതാണോ ഷോർട്ട് കട്ട്? കാണാൻ കുറച്ച് പാടാണ് ഷോർട്ട് കട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സീൻസ്. ഈ ഷോർട്ട് കട്ട് വഴി നമ്മൾ KSRTC വഴി വന്നിട്ടുണ്ട്. നമ്മൾ ഈ സ്ഥലം ഭയങ്കര ആക്സിഡൻ്റ് സ്ഥലമായതുകൊണ്ട് ഇവിടുന്ന് തന്നെയാണ് നമുക്ക് റിസ്റ്റോറേഷന് വേണ്ടിയുള്ള വണ്ടിയൊക്കെ കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ ഞാൻ പഠിച്ചില്ല. ഒടുക്കത്ത ഷോർട്ട്, വെരി ഷോർട്ട്. അവയിൽ വളവ് നമ്മൾ ഷോർട്ടാക്കി. എടാ, വണ്ടിക്ക് സ്പീഡ് കൂടിയോ? വണ്ടിക്ക് സ്പീഡ് കൂടിയാണോ? അതെങ്ങനെ? നമ്മളിപ്പോ ഒന്നും ചെയ്തില്ലല്ലോ അതിന്. അമ്മേ സൂപ്പർ. പറയണ്ടാറ്. കഷ്ടടാ. വീണ്ടും 20,000. 40,000 അല്ല, അതിന് പൈസ എടുക്കും റിപ്പയർ ചെയ്യാൻ. ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ കൂടി പോയാലും വീണ്ടും 20,000. എൻ്റെ പൈസ എല്ലാം നമ്മുടെ അവൻ്റെ സ്ഥലത്താനായി. അവനല്ല, അവാൻ എന്നാണ് അവൻ്റെ പേര്. അവാൻ്റെ സ്ഥലത്താണ്. അവാൻ ബംഗാൾ ബസ് മൊബൈൽ. ഏതോ ഒരു ബസ്സിലാണ്. അവ ഇന്ത്യക്കാരൻ തന്നെയാണ്. എന്നാലും ഇവിടെ പോയി നമ്മുടെ ബസ് ഇപ്പോഴും റിപ്പയർ ചെയ്യാൻ പറ്റും. അയ്യോ പോയി.
എൻ്റെ പൊന്നെ 20,000 അല്ല അത് 45,000 എൻ്റെ പൈസ തവാങ്ങി ആരും എടാ ഇനി നമുക്ക് പറപ്പിക്കാം പറ നമുക്ക് പറപ്പിക്കാം. വണ്ടിയില ആൾക്കാർ ഉണ്ടെങ്കിൽ പറപ്പിക്കാൻ കുറച്ച് പാടാണ്. കാരണം സേഫ്റ്റി റെഗുലേഷൻ. ഇപ്പം ഞാൻ പണി പാളിച്ചേനെ, ഇപ്പം വീണ്ടും പാളിച്ചേനെ. നമ്മൾ ആക്സിഡൻ്റ് ഒന്നും നടക്കാണ്ടിരിക്കാൻ വേണ്ടി നോക്കണം. ഇപ്പം നമുക്ക് ഫ്യൂലൊക്കെ ഉള്ളതുകൊണ്ട് പറപ്പിക്കാം. ഞാൻ ഒന്നും നോക്കൂല, പറപ്പിക്കാം. പക്ഷെ ഇങ്ങനെ വണ്ടി വരുന്നതാണ് കുഴപ്പം. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് എനിക്കറിയാത്തത്. അയ്യോ പോലീസർ ഒന്നും ചെയ്യൂല വിചാരിക്കാം. വഴി മാറുക മുണ്ടക്കൽ ശേഖരൻ. അത് ഒരു ബസ്സല്ലേ വരുന്നത്. ബൈ. നമ്മളവന്മാരൊക്കെ പേടിപ്പിച്ചിട്ടൊക്കെ വരും. പമ്പരം കണക്കിന് കറങ്ങി എൻ്റെ പൊന്ന. ഇതൊരിക്കലും ഇനിയാണ് ഞാൻ ശരിക്കും പറപ്പിക്കാൻ പറഞ്ഞത്. യെസ്, നമ്മൾ തിരിയുന്നു. നമുക്കിവിടെ കുറച്ച് ദൂരമുള്ളൂ. ഇതിൻ്റെ ഫുള്ള് ടെസ്റ്റ് ചെയ്യാനുള്ളൂ. നമ്മൾ എവിടേക്കും പോകുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ആക്സിലേറ്ററിൻ്റെ വിടാണ്ട് ഇതെങ്ങനെ ഉണ്ട്. എടാ ട്രാഫിക് ഇല്ലാണ്ട് ഇങ്ങനെ അങ്ങ് പോകാനൊരു രസമല്ലേ. എനി സ്പീഡ് എൻ്റെ വണ്ടിക്ക് എനി സ്പീഡ് വേണം. 200 വേണം. എനി സ്പീഡ് പോട്ടെ വണ്ടി പോട്ടെ. ട്രാഫിക്കൊക്കെ ഞാൻ കുഴപ്പമില്ല, കണ്ടോ, അത്രേ ഉള്ളൂ. അയ്യോ, നമ്മുടെ അവാനോട് ഞാൻ ഒരു ജെറ്റ് എഞ്ചിൻ പിടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിടിപ്പിച്ചോ ആർക്കറിയാം. എടാ ഒരു വണ്ടി വരും. എടാ ഇന്ന് സ്റ്റിയറിംഗ് വീലിന് എന്തോ കുഴപ്പമുണ്ട്. കണ്ട ഞാൻ പറഞ്ഞില്ല, എന്തോ ഒരു കുഴപ്പമില്ല സ്റ്റിയറിംഗ് വീൽ. അയ്യോ സ്ലോ. എടാ ഒന്ന് പറപ്പിക്കാൻ കിട്ടുന്നില്ലല്ലോ കറക്റ്റ്. ഞാൻ പറഞ്ഞു സൗണ്ട് ബാക്കിൽ വന്ന് കുത്തുന്നാണ്. എന്താണ് ഇതൊന്നും പറ്റിയില്ല. നമ്മള് അങ്ങനെയൊക്കെ ഓർത്തേക്കും. നമുക്കിവിടെ കുറച്ച് ഒന്ന് സൈഡാക്കാം. പറപ്പിക്കാൻ പോണം. പോലീസൊക്കെ മാറിയാ മതി, എന്നെ പിടിച്ചാ കിട്ടൂല. അമ്മാതിരി പോയോ. എന്താ സംഭവിച്ചേ? ഇനി നമ്മൾ പോയാൽ ശരിയാവത്തില്ല. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ഗുഡ് ബൈ, സീ യു.